കഴിഞ്ഞ ദിവസം റഹീം നടത്തിയ ഒരു പ്രസംഗം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വെറുതെ ഒരു പ്രസ്താവന എന്ന് പറയാൻ പാടില്ല, ഇംഗ്ലീഷിലുള്ള ഒരു പ്രസംഗം വലിയ രീതിയിലാണ് ചർച്ചയായിരിക്കുന്നത്. അദ്ദേഹം ഇതുപോലെ പലയിടങ്ങളിലും ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിട്ടുകൊണ്ട് അല്ലെങ്കിൽ തന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എയറിലാകുന്നത് ഒരു സ്ഥിരം സംഭവമായി മാറിയിരിക്കുകയല്ലേ. കെ.ബി. ഗണേഷ് കുമാറിനെ ഷോണേഷ് കുമാർ എന്ന ട്രോൾ പേജുകൾ വിളിക്കുന്നത് പോലെ റഹീമിന് ഇനി പുതിയ പേരുകൾ ഇടേണ്ടി വരുമോ? നോക്കൂ, എന്താണ് ഹർഷ റഹീം എന്ന് പറയുന്ന കേരളത്തിൽ നിന്നുള്ള ആദരണീയനായ രാജ്യസഭാ എം പി ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടു എന്ന് ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മൾ ഇന്ന് രാവിലെ ചർച്ച ചെയ്തിരുന്നു. അതിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യമാണ് കെ.സി. വേണുഗോപാൽ ഈ ഒരു കർണാടകയിലെ ബുൾഡോസർ രാജുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ന്യായമായിരുന്നു, അംഗീകരിക്കുന്നു, നമ്മൾ അതിനെ ന്യായീകരിച്ചു. അതേപോലെ തന്നെ നമ്മൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചപ്പോഴും നമ്മൾ അതിനെ ന്യായീകരിച്ചു. ഇദ്ദേഹം സംസാരിക്കുമ്പോഴും ഇദ്ദേഹത്തിന്റെ സംസാര രീതി അവിടെ പോയി പറയുന്ന രീതിയിൽ തന്നെ കൊണ്ടാവുന്ന രീതിയിൽ പ്രസംഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ തന്നെ കൊണ്ടാവുന്ന രീതിയിൽ സംസാരിച്ച് പ്രതിഫലിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി തന്നെ കൊണ്ടാകാത്ത രീതിയിൽ തനിക്ക് വശമില്ലാത്ത ഭാഷ ഉപയോഗിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? നോക്കൂ, ആദ്യത്തെ കാര്യം തന്നെ ഖണ്ഡിച്ചുകൊണ്ട് പറയട്ടെ, റഹീം അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ടു എന്ന് പറയുന്നത്, രാജ്യത്തിന്റെ പരമോന്നതമായ മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി കർണാടകയിൽ നടക്കുന്ന യു.പിയിൽ യോഗി ആദിത്യനാഥ് നടത്തിയ സമാനമായ രീതിയിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് 141 വർഷത്തെ പാരമ്പര്യമുള്ള ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സർക്കാർ ഭരിക്കുന്ന കർണാടകയിൽ ബുൾഡോസർ രാജ് നടക്കുമ്പോൾ AICCയുടെ ജനറൽ സെക്രട്ടറിയെ വരെ തള്ളി പറയാൻ സാധിക്കുന്ന, അവർക്കെതിരെ സംഘടനക്കടലിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്ന 3000-ഓളം ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ആ സംഭവ സ്ഥലത്തേക്ക് ചെല്ലുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് TV9 റിപ്പോർട്ടർ ഇംഗ്ലീഷിൽ ഒരു ബൈറ്റ് ചോദിക്കുകയാണ്. അപ്പോൾ ജനങ്ങളോടൊപ്പം നടന്നു വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഷാ വ്യാകരണത്തിൽ കൃത്യമായിട്ടുള്ള തെറ്റ് പറ്റുന്നു. ഇംഗ്ലീഷ് അറിയാത്തത് അദ്ദേഹത്തിന്റെ പോരായ്മയാണെന്നും പറഞ്ഞ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇംഗ്ലീഷിനെ ആണോ നിങ്ങൾ കളിയാക്കുന്നത്? അനാവശ്യമായി ഈ കാര്യങ്ങൾ ഇടപെടുക എന്ന് പറയുന്നത് ഒരു സംസ്ഥാന, ഒരിക്കലും അദ്ദേഹം ഇടപെട്ട കാര്യം ഈ പറയുന്ന വിഷയം സംസാരിക്കേണ്ടത് തന്നെയാണ്. ഇത്രയും ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ സാധാരണപ്പെട്ട ജനങ്ങൾ പോലും ഈ ഒരു വിഷയത്തിൽ സംസാരിക്കേണ്ടതാണ്. പക്ഷെ സംസാരിച്ച രീതിയിലാണ് വ്യത്യാസമുള്ളത്. അല്ലെങ്കിൽ ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നതാണെങ്കിൽ പോലും അദ്ദേഹത്തിന് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ സാധിക്കാത്ത ഒരു കാര്യം പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ ഇപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, സങ്കടത്തിന്റെ ഭാഷയാണ്, ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ ഞാൻ സംസാരിച്ചത് എന്നതിലല്ല, പക്ഷെ ഞാൻ സംസാരിച്ച ഭാഷ യഥാർത്ഥത്തിൽ അവിടെ നിൽക്കുന്ന 3000-ഓളം ജനങ്ങളുടെ സങ്കടം എന്താണ് അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ അതാണ് നിങ്ങൾ നോക്കേണ്ടത് എന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ എന്തൊരു ഇമോഷൻ ആയിക്കോട്ടെ ഞാനത് പുറത്ത് പറയാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് വഴങ്ങുന്ന ഭാഷയിലൂടെ എനിക്ക് പറ്റുന്ന രീതിയിലാണ് സംസാരിക്കുക. അതിനപ്പുറത്തേക്ക് എനിക്കറിയാത്തൊരു ഒരു ദേശീയ മാധ്യമം ഇന്ത്യ ടുഡേ പോലെ, TV9 പോലെ, NDTV പോലെ, ANI പോലെ, PTI പോലെ, AFP പോലെ ഇത്തരത്തിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് നൽകുന്ന ബൈറ്റുകൾ അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങൾക്ക് നൽകുന്ന ബൈറ്റുകളെല്ലാം തന്നെ ഇംഗ്ലീഷിലായിരിക്കും. അല്ല, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല എന്നാരാ പറഞ്ഞേ? അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളതിന് തെളിവല്ലേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞ ആ ഒരു അത്രയും വലിയൊരു ട്രോൾ ഏറ്റു വാങ്ങേണ്ടി വന്നത്. ഇതിനു മുൻപും മറ്റു പലരും എന്ത് മ്ലേച്ഛകരമായ രീതിയിലാണ് ആ സംഭവത്തെ വക്രീകരിക്കുന്നത് എന്ന് സോഷ്യൽ മീഡിയ നമ്മൾ കാണുന്നു. നമ്മൾ പറയുന്ന കമ്മ്യൂണിക്കേഷന്റെ മീഡിയം അതിനകത്ത് വരേണ്ട എന്താണ്? ലീഡ് എന്ന് പറയുന്നത് ആ വിഷയമായിരിക്കണം. ജനങ്ങളുടെ വിഷയം ഏത് ഭാഷയിൽ പറഞ്ഞ് നോക്കൂ, നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ദേശീയ തലത്തിൽ രാജ്യാന്തര തലത്തിൽ തദ്ദേശ ഭാഷയല്ലാതെ മറ്റു രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് അല്ലെങ്കിൽ ഒരു 10-ലധികം പേരെ കാണിച്ചു തരാൻ കഴിയുമോ? അല്ലെങ്കിൽ തദ്ദേശമായിട്ടുള്ള ഭാഷ കൈകാര്യം ചെയ്ത് എത്രയോ നല്ല രീതിയിൽ ഭരണസിരാ കേന്ദ്രങ്ങളിലും ഭരണം നടത്തിയിട്ടുള്ള നേതാക്കളുടെ നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. അതായത് റഹീമിനെ പറ്റി നോക്കൂ, അദ്ദേഹം സമ്മതിച്ചു ഒരു ഭാഷ അറിയില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന് തെറ്റല്ല. അത് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്നത് ഒരു പരിമിതിയാണോ? ഹർഷയ്ക്കും എനിക്കും ഒക്കെ എത്രത്തോളം ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും? ഒരു TV9 റിപ്പോർട്ടർ വന്നിട്ട് ഒരു അഭിപ്രായം ചോദിക്കുകയാണ്, ആ ഭാഷയിൽ പെട്ടെന്ന് അത്രയും വെയിലിൽ ജനങ്ങളോടൊപ്പം ഇമോഷണലി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ആ വേദനയിൽ അവർ കൈത്താങ്ങായി അവരെ തലോടുന്നു, അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിൽ നിന്നുള്ള വികാരങ്ങളല്ല പുറത്തു വരുന്നത്. ഒരു മരണ വീട്ടിൽ പോയാൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കലുഷിതമായിട്ടുള്ള ഒരു ഭൂമിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റുകൾ അത് ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇംഗ്ലീഷ് ഭാഷയല്ല അവിടെ വിഷയം. അവിടെ പറയുന്നത് എന്താണ്? കൃത്യമായ സങ്കടമാണ് പറയുന്നത്. അതെന്താണ്? AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ.സി. വേണുഗോപാലിനെ പോലും അവിടുത്തെ സിദ്ധരാമയ്യ, DK ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ തള്ളി പറഞ്ഞില്ലേ? യുപിയിൽ കെ.സി. വേണുഗോപാലിനെ തള്ളി പറഞ്ഞത് BJP നേതാവായിരുന്നു. ആര് പറഞ്ഞു? വാർത്തകൾ കാണാറില്ലേ? എടുത്തു വെച്ച് നോക്കൂ. അവിടുത്തെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കെ.സി. വേണുഗോപാൽ ഇവിടെ സൂപ്പർ മുഖ്യമന്ത്രി കളിക്കുകയാണോ എന്ന് പറയുന്ന BJP
വക്താവിന്റെ വാർത്തയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു. കേരളത്തിലെ ഇവിടെ ദുരന്തം വരുമ്പോഴും പ്രളയം വരുമ്പോഴും മാത്രം മതിയോ ഈ നൈബറിംഗ് സ്റ്റേറ്റ്സ് തമ്മിലുള്ള ഉഭയകക്ഷി ഇത്തരത്തിലുള്ള ഗവേണൻസ് വരുമ്പോൾ ഇതൊന്നും വേണ്ടേ? കാർഷിക സമരം എന്നൊരു സമരം കേട്ടിട്ടുണ്ടോ? കാർഷിക സമരം 3-4 മാസം നീണ്ടു നിന്നതാണ്. കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെതായ പലരും അവിടെ പോയി. ഏത് ഭാഷയിലാണ് സംസാരിച്ച്? കേരളത്തിലുള്ള എത്ര രാഷ്ട്രീയ നേതാക്കൾക്ക് കൃത്യമായി ഒരു ഘട്ടത്തിലപ്പുറം ഹിന്ദി സംസാരിക്കാൻ കഴിയും? അവർ ഏത് ഭാഷയിലാണ് കർഷകർക്കൊപ്പം ചേർന്ന് നിന്നേ? അവരോടൊപ്പം സഞ്ചരിച്ചു, അവരുടെ വിഷയങ്ങൾ പഠിച്ചു, അത് വന്ന് ക്യാബിനറ്റിൽ അവതരിപ്പിച്ചു. അല്ലാതെ ഇംഗ്ലീഷിനെ അദ്ദേഹം പറഞ്ഞല്ലോ, കളിയാക്കുന്നതല്ല. അദ്ദേഹം ഇപ്പോൾ അനാവശ്യമായ കാര്യങ്ങൾ ഇടപെട്ടു. എന്താണ് അനാവശ്യ കാര്യം? ഞാൻ പറയട്ടെ, അദ്ദേഹം ഇടപെട്ട കാര്യം ഞാൻ വീണ്ടും ക്ലിയർ ചെയ്ത് പറയുന്നു. അദ്ദേഹം ഇതിനു മുൻപ് ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞിരുന്നു, അനാവശ്യമായ കാര്യമെന്നല്ല, അനാവശ്യമായ ഭാഷ ഉപയോഗിച്ചത്. അതായത് ചോദിക്കട്ടെ, ഒരു ദേശീയ മാധ്യമമായ TV9 പോലെ അല്ലെങ്കിൽ NDTV പോലെ AFP പോലെ PTI പോലെ ANI പോലെ ഒരു മാധ്യമം ഹർഷ ഇപ്പോൾ ഒരു പൊതു സ്ഥാപനത്തിലേക്ക് പോവുകയാണ്. അവിടെ പോകുമ്പോൾ ഒരു ബൈറ്റ് വെക്കുകയാണ്, ഒരു മരണ വീട്ടിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു പൊതു ഇടത്തിലേക്ക്, ഇത്ര സംഘർഷ ഭൂമിയിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ ഇംഗ്ലീഷിൽ മറുപടി പറയണ്ടേ? അവിടെ തെറ്റുപറ്റി. അതൊരു ട്രോൾ മെറ്റീരിയൽ ആക്കാനുള്ള സാധ്യതയില്ല. കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം, അദ്ദേഹം LLB ആണ് എന്ന് പറയുന്നുണ്ട്, MA ആണ് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു വിദ്യാഭ്യാസമുള്ള വ്യക്തി എന്തുകൊണ്ട് ഇത്രയും പൊസിഷനിൽ ഇരിക്കുമ്പോൾ? എനിക്ക് 2 അമ്മയുണ്ട്. എനിക്ക് കൃത്യമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. ഇംഗ്ലീഷ് ബിരുദധാരിയാണോ? 10 മിനിറ്റ് തികച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ? 5 മിനിറ്റ് തികച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് തന്നെയാണ് കേരളത്തിൽ മിക്കുള്ളവരും നേരിടുന്ന വിഷയം. അനാവശ്യമായ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അനാവശ്യമായ കാര്യത്തിൽ ഇടപെട്ടു എന്നതിനേക്കാൾ ഉപരി ഞാൻ പറഞ്ഞത് അനാവശ്യമായ രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോ ചേട്ടൻ വീണ്ടും എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്, ഇംഗ്ലീഷിൽ ചോദിച്ച ചോദ്യത്തിന് ഏത് ഭാഷയിൽ പിന്നെ മറുപടി പറയണമെന്നാണ് ചോദിക്കുന്നത് എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയത്തിൽ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ സാധിക്കില്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഇടപെടാൻ പോകരുതായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ തുടക്കം മുതൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഇങ്ങനെ ഇത്രയും വലിയൊരു വിഷയത്തിൽ സംസാരിക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പിന്നീട് എന്തിനെ ഈ ഒരു പദവിയിൽ പോയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു ചോദ്യമല്ലേ? ആദ്യത്തെ കാര്യം, ഭാഷ അറിഞ്ഞുകൂടാ എന്നുള്ളതിൽ പൊതുമധ്യത്തിൽ വരുന്ന ഒരു വിഷയത്തിൽ ഒരു പൊതുപ്രവർത്തകൻ ഇടപെടരുത് എന്നത് പറയുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പേരിൽ ഇടപെടരുത് എന്ത് മാനദണ്ഡത്തിന് എന്താണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്? ഇങ്ങനെ ഒരു കാര്യത്തിൽ വിദ്യാഭ്യാസം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ തനിക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ പിന്നീട് അതിന് നിൽക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്നാണ് ഞാൻ ചോദിച്ചത്. ഒരു മനുഷ്യന്റെ സങ്കടം ഒരു പൊതുവികാരമായി ഉയർന്നു വരുന്ന ഒരു കാര്യം, ആ വിഷയം ആണോ മീഡിയം അല്ലെങ്കിൽ ഭാഷയാണോ മീഡിയം? പറയൂ. ഒരു വിഷയം എപ്പോഴും ഇപ്പൊ എന്റെ മനസ്സിലുള്ള ഒരു കാര്യം ഞാൻ ചേട്ടനോട് പറയുമ്പോ അതിൽ ഭാഷ മീഡിയം തന്നെയാണ്. ഒന്നാം ഇന്ത്യ സർക്കാരിന്റെ കാലഘട്ടം ഓർമ്മയുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഇല്ല. ഒന്നാം NDA സർക്കാരിന്റെ കാലത്ത് ശ്രീമാൻ നരേന്ദ്രമോദിക്ക് എത്രത്തോളം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയുമെന്നായിരുന്നു ഹർഷയുടെ വിലയിരുത്തൽ. അദ്ദേഹം ഇപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന് ഇന്ത്യ എന്ന് പറയുന്ന അത്രത്തോളം ഭാഷകൾ, ഒരുപാട് ഭാഷകളുള്ള ഒരു രാജ്യമാണ്. എന്നിട്ടും അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പൊ കേരളത്തിൽ ഒന്ന് മലയാളത്തിൽ സംസാരിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം കേരളത്തിൽ വന്നാൽ മലയാളത്തിൽ സംസാരിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അറിയുന്ന ഭാഷയിൽ അദ്ദേഹം പറയും. ഇപ്പോ നേരത്തെ പറഞ്ഞ ഈ ഒരു ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന അദ്ദേഹത്തിന് മലയാളമാണ് വഴങ്ങുന്ന ഭാഷയെങ്കിൽ അദ്ദേഹം ആ ഒരു ഭാഷയിൽ പറയണമായിരുന്നു. ദേശീയ മാധ്യമമാണ്, സബ്ടൈറ്റിൽ ഇട്ട് കൊടുക്കാമായിരുന്നു. ഇതൊക്കെ കേവലം ന്യായത്തിന് വേണ്ടിയല്ല. ഇപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് വളരെയധികം സങ്കടത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ അവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പറയട്ടെ, അദ്ദേഹം പറയുന്നുണ്ട് എന്റെ സങ്കടമാണ് ഞാൻ അവിടെ കാണിച്ചത്, അല്ലെങ്കിൽ എന്റെ സങ്കടമാണ് ഞാൻ അവിടെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രസംഗത്തിൽ എവിടെയാണ് സങ്കടം എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അദ്ദേഹത്തിന് പറയാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോ നമ്മൾ രാവിലെ ചർച്ചയിൽ ഞാൻ നേരത്തെ പോലും പറഞ്ഞൊരു കാര്യമാണ്, KC വേണുഗോപാൽ ആണെങ്കിൽ പോലും ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ച സമയത്ത് അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിൽ തിരിച്ച് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അതും ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെയും BJP നേതാക്കന്മാരുടെയും അടുത്തു നിന്നും. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്, എന്നിട്ട് പോലും KC വേണുഗോപാലിനെ പോലെ ഒരു വ്യക്തിക്ക് ഇത്രത്തോളം വിമർശനം ഏൽക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും വിമർശനം ഏൽക്കേണ്ടി വരുമ്പോൾ, A റഹീമിനെ പോലെ ഒരു വ്യക്തി അവിടെ പോയി ഈ കാര്യത്തിൽ ഇടപെട്ടാൽ ഉണ്ടാകാൻ പോകുന്ന അദ്ദേഹത്തിന് ലഭിക്കാൻ വേണ്ടി പോകുന്നത് സ്വീകരണമല്ല എന്നുള്ളത് അദ്ദേഹത്തിനും കൃത്യമായ ബോധ്യമുണ്ടാകില്ലേ? സ്വാതന്ത്ര്യം കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാമോ? സ്വാതന്ത്ര്യം കിട്ടിയത് ബ്രിട്ടീഷുകാരോട് ഇവിടുത്തെ സ്വാതന്ത്ര്യം ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനികളെല്ലാം ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ടാണോ സ്വാതന്ത്ര്യം കിട്ടിയത്? അല്ല. അതാണ് ഒരു വിഷയം വരുമ്പോൾ ഗാന്ധിജിയെ തന്നെ
ഇവിടുത്തെ ഇന്ത്യക്കാർ തള്ളി പറഞ്ഞിരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ മറ്റു പലരും ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടെ ബാലഗംഗാധര തിലക് ഉൾപ്പെടെ ഉള്ളവർ അവിടെ പോയി കൃത്യമായി സംസാരിച്ചു. ഒരു വിഷയത്തിൽ ഒരു മിനിറ്റ് പറയട്ടെ, ഒരു വിഷയത്തിൽ കോൺഗ്രസിന്റെ AICC ജനറൽ സെക്രട്ടറി അവർ ഭരിക്കുന്ന സ്ഥലം തള്ളി പറയുമ്പോൾ മറ്റുള്ളവർ ഇപ്പം നോക്കൂ, കേരളത്തിൽ പാലസ്തീന് വേണ്ടിയും ഗാസയ്ക്ക് വേണ്ടിയും ഇവിടെ ഇത്രയും ധർണകളും അല്ലെങ്കിൽ സദസ്സുകളും സംഘടിപ്പിക്കുന്നത് എന്തിനാണ്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ തുടക്കത്തിൽ ആദ്യം ചോദിച്ചിരുന്നു ഈ സ്വാതന്ത്ര്യം ലഭിച്ചത് ആരും ഇംഗ്ലീഷിൽ പോയി ചോദിച്ചിട്ടല്ലോ മലയാളത്തിൽ ചോദിച്ചിട്ടല്ലേ എന്ന് ചോദിച്ചു. അതെ, അവർ മലയാളത്തിൽ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ മലയാളത്തിലല്ല സംസാരിച്ചത്, അവർ ഇംഗ്ലീഷിലല്ല സംസാരിച്ചത്. അവർ ഇംഗ്ലീഷിലാണോ സംസാരിച്ചത്? ഞാൻ പറഞ്ഞ വിഷയം എന്താണ്? ആ ഒരു ഭാഷയിൽ സംസാരിക്കാതെ തന്നെ തങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് അവർ സ്വാതന്ത്ര്യം നേടിയെടുത്തില്ലേ? വിഷയം എന്തെന്ന് പറഞ്ഞാൽ അത് അഡ്രസ് ചെയ്യുന്നത് ഭാഷയല്ല, വിഷയമായിരിക്കണം. റഹീം MP കൃത്യമായി ആ വിഷയത്തിൽ ഇടപെട്ടു. റഹീം MP മാത്രമല്ല, കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്ന് കർഷക സമരത്തിൽ അല്ലെങ്കിൽ ബുൾഡോസർ രാജിൽ ഇതിലെല്ലാം പങ്കെടുത്ത് സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ സങ്കടത്തിനൊപ്പം നിൽക്കുന്ന എല്ലാ ജനപ്രതിനിധികളും വിഷയത്തെയാണ് അഡ്രസ് ചെയ്യുന്നത്. അവരുടെ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള ഭാഷാ നൈപുണ്യം ചോദ്യം ചെയ്യപ്പെടാൻ കേരള സമൂഹം അംഗീകരിക്കില്ല.